അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, ഇന്നലെ പറഞ്ഞതുപോലെ തന്നെ ഇന്നും നിങ്ങളിത് തട്ടിമാറ്റി പോകരുത്, കാണണം. ഇതിൽ PDF കൃത്യമായിട്ട് ഇതിൽ കാണിച്ച് നിങ്ങൾക്ക് മനസ്സിലാകുന്ന രൂപത്തിൽ വായിച്ചു തരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ജസ്റ്റ് ഈ സ്ക്രീനിൽ നോക്കിയിട്ട് തന്നെ ഇന്ന് ചൊല്ലാനുള്ളതെല്ലാം അതിലുണ്ട്. വളരെ ആത്മാർത്ഥമായിട്ട് ചൊല്ലുക. ഇനി ഇങ്ങനൊരു ദിവസം കിട്ടുമെന്നുള്ളത് നമുക്കറിയില്ല. കഴിഞ്ഞ മുഹറം 10 ആശുറായിന് ഉണ്ടായിരുന്ന ഒരുപാട് ആളുകൾ ഇന്ന് മുഹറം 10 ആശുറായിനില്ല. അവരൊക്കെ വിട പറഞ്ഞു പോയി. രോഗങ്ങൾ വന്ന് പെട്ടെന്നുള്ള മരണങ്ങളൊക്കെ വന്നിട്ട് അള്ളാഹു നമുക്ക് വലിയ കാവല് നൽകട്ടെ. ഈ മുഹറം 10 എന്ന് പറയുമ്പോൾ തന്നെ അള്ളാഹു ഒരുപാട് അമ്പിയാക്കൾക്ക്, ഔലിയാക്കൾക്ക് അവരനുഭവിക്കുന്ന പരീക്ഷണങ്ങളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും ബുദ്ധിമുട്ടുകളിൽ നിന്നും രക്ഷ നൽകിയ ദിവസമാണത്. നമുക്കൊക്കെ അറിയാം. ഞാൻ അതിലേക്കൊന്നും പ്രവേശിക്കുന്നില്ല, കാരണം ഇന്നലെ അതിനെക്കുറിച്ച് പറഞ്ഞു. ഇന്ന് നമുക്ക് വേഗം ആ PDF കാണിക്കുക. അതിനനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാം, വളരെ പെട്ടെന്ന് തന്നെ അത് വായിച്ച് മനസ്സിലാക്കി പോവാം. അപ്പം നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് ഇന്നലെ നമ്മൾ PDF കാണിച്ചിരുന്നു, പക്ഷെ പല ആളുകൾക്കും അത് കിട്ടിയില്ല എന്ന് പറഞ്ഞു. അപ്പം നിങ്ങളിത് കൃത്യമായിട്ട് കേട്ടാൽ നിങ്ങൾക്കത് മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ഇന്നലേക്ക് ഒരുപാട് ആളുകൾ നമ്മുടെ ദർസിലെ മുതഅല്ലിമീങ്ങളുടെ ചെലവിലേക്ക്, നിത്യ ചെലവിലേക്ക്, അള്ളാഹുവിൻ്റെ നൂറാകുന്ന ഇൽമ പഠിക്കുന്ന മുതഅല്ലിമീങ്ങളിലേക്കൊക്കെ സ്വതക്ക നൽകി. അള്ളാഹു എല്ലാം കബൂലാക്കട്ടെ. പലരും വെള്ളിയാഴ്ച ദിവസമായതുകൊണ്ട് ഇന്ന് നൽകാമെന്നൊക്കെ പറഞ്ഞ് ഏറ്റു. അള്ളാഹു എല്ലാം കബൂലാക്കട്ടെ, എല്ലാം സ്വീകരിക്കട്ടെ ഇൻഷാ അല്ലാഹ്. നിങ്ങൾ ഈ വീഡിയോയിൽ കാണുന്നത് പോലെ തന്നെ വളരെ ആത്മാർത്ഥ, ഇനി സ്ക്രീനിൽ ഫുള്ളായിട്ട് ഞാനത് കാണിച്ച് നിങ്ങൾക്ക് അതിൻ്റെ ഒരു ഡീറ്റെയിൽ കാണിച്ചുകൊണ്ട് തന്നെ നമുക്ക് അത് പാരായണം ചെയ്യാം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ ഇൻഷാ അല്ലാഹ്. സ്ക്രീനിൽ ഞാൻ കാണിക്കുന്നുണ്ട്, നിങ്ങൾക്കത് കാണുന്നുണ്ടോ എന്നുള്ളതൊന്ന് ശ്രദ്ധിക്കണം. ഇതാണ് ഇന്നലെ നമ്മൾ മുഹറം 10 ചൊല്ലാൻ വേണ്ടിയിട്ട് പറഞ്ഞ പ്രത്യേക വിറുദുകളും ദിക്റുകളും ദുആകളൊക്കെ. മുഹറം 10 പകലും രാവും വളരെ ശ്രേഷ്ഠതയുള്ള മുഹൂർത്തങ്ങളാൽ സമ്പന്നമാണ്. താഴെയുള്ള വിറുദുകൾക്കും പുറമെ മറ്റു ഇബാദത്തുകളും വർദ്ധിപ്പിക്കണം. ആശുറ രാവിലെ സമ്പൂർണമായ കാമിലായ വുളൂ എടുത്ത് 2 റക്അത്ത് നിസ്കാരം നിർവഹിച്ച് ഖിബിലയിലേക്ക് തിരിഞ്ഞ് 360 തവണ ആയത്തുൽ കുർസി ഓതുക. ഓരോ തവണയും ബിസ്മിയോട് കൂടെയാണ് ഓതേണ്ടത്. ഖുൽ ബിഫദ്ലില്ലാഹി വബിറഹ്മതിഹി ഫബിദാലിക ഫൽയഫ്റഹു ഹുവ ഖൈറും മിമ്മാ യജ്മഊൻ എന്ന ആയത്ത് 48 തവണ ചൊല്ലുക. അതിനുശേഷം 12 തവണ ഈ ദുആ ചെയ്യുക. ഇത് ഇന്ന് ചൊല്ലുന്നവരാണെങ്കിൽ ഇന്ന ഹാദിഹി ലൈലത്തുൻ ജദീദ എന്നുള്ളിടത്ത് ഇന്ന ഹാദാ യൗമുൻ ജദീദ് എന്നാണ് ചൊല്ലേണ്ടത്. അല്ലാഹുമ്മ ഇന്ന ഹാദാ യൗമുൻ ജദീദ് വശഹറുൻ ജദീദ് വസനത്തുൻ ജദീദ ഫഅഅ്തിനി അല്ലാഹുമ്മ ഖൈറഹാ വഖൈറ മാ ഫീഹാ വസ്രിഫ് അന്നി ശർറഹാ വശർറ മാ ഫീഹാ വശർറ ഫിത്നതിഹാ വമുഹ്ദസാതിഹാ വശർറൻ നഫ്സി വൽ ഹവാ വശൈത്വാനിർ റജീം 12 തവണ. അത് കഴിഞ്ഞ് സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം. അതൊരു 70 തവണ. ഈ ഒരു ദിക്ർ 70 തവണ എന്തായാലും ചൊല്ലണം കേട്ടോ. അത് നമ്മൾ എല്ലാ ദിക്റുകളുടെ ദുആകളിലുള്ളൊരു ദിക്റാണത്. അതൊരു 70 തവണ ചൊല്ലാൻ അധികം പണിയൊന്നുമില്ല, വളരെ പെട്ടെന്ന് നമുക്ക് ചൊല്ലാവുന്നതാണ്. 70 തവണ ചൊല്ലുക എന്ന് പറഞ്ഞാൽ വളരെ പെട്ടെന്ന് ചൊല്ലാവുന്നതാണ്. അപ്പോൾ ഒരു 70 തവണ അത് നിങ്ങളൊന്ന് ചൊല്ലാൻ വേണ്ടി ശ്രമിക്കണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അതേപോലെ തന്നെ അതിന് ശേഷമുള്ളത് ഒരു 70 തവണ അത് ചൊല്ലണം. വളരെ പവിത്രമേറിയൊരു തസ്ബീഹാണത്. അതേപോലെ തന്നെ എല്ലാ ഫർള് നിസ്കാരങ്ങൾക്ക് ശേഷവും ഈ പറയുന്നത് അല്ലാഹുമ്മ യാ ഹയ്യു യാ ഖയ്യൂം അഹ്യി ഖൽബി യൗമ തമൂതുൽ ഖുലൂബ് വലാ തുസിഗ് ഖൽബി യൗമ തസീഗുൽ ഖുലൂബ് യാ കാശിഫൽ കുറൂബി യാ അവ്വലൽ അവ്വലീൻ വയാ ആഖിറൽ ആഖിരീൻ ലാ ഇലാഹ ഇല്ലാ അൻത ഖലഖത അവ്വല മാ ഖലഖത ഫീ ഹാദൽ യൗം വതഖ്ലുഖു ആഖിറ മാ തഖ്ലുഖു ഫീ ഹാദൽ യൗം അഅ്തിനി ഫീഹി ഖൈറ മാ ഔലൈത ഫീഹി അംബിയാഅക വഅസ്ഫിയാഅക മിൻ സവാബിൽ ബലായ വഅസ്ഹുമ മാ അഅ്തൈതഹും ഫീഹി മിനൽ കറാമത്തി ബിഹഖി സയ്യിദിനാ മുഹമ്മദിൻ അലൈഹി സ്വലാത്തു വസ്സലാം.
اللهم اجعلني ممن دعاك فأجبت وآمن بك فهديت ورغب إليك فأعطيت وتوكل عليك فكفيته واقترب منك فأدنيت اللهم امدد بعيشي مدا واجعلني في قلوب المؤمنين ودا اللهم إني أسألك الإيمان بك وأسألك الفضل من الرزق وأسألك حسن العاقبة في الدنيا والآخرة يا ذا الجلال والإكرام برحمتك يا أرحم الراحمين. ഇനി മുഹറത്തിൻ്റെ പകലിൽ, നമ്മൾ ഇന്നത്തെ പകലിൽ പ്രധാനമായിട്ട് ചൊല്ലേണ്ട ദിക്റുകളാണ്. നിങ്ങളൊക്കെ വളരെ ആത്മാർത്ഥമായിട്ട് ചൊല്ലണം എന്ന് ഓർമ്മപ്പെടുത്തണം. ഇതൊക്കെ നമ്മൾ കാണിക്കുന്നതും മനസ്സിലാക്കി തരുന്നതൊക്കെ ഇതൊന്നും കിട്ടാത്ത ഒരുപാട് ആളുകളുണ്ടാവും. അവർക്കിത് കിട്ടാൻ വേണ്ടിയിട്ടും കാലങ്ങളായിട്ട് മുഅ്മിനീങ്ങളൊക്കെ ചെയ്തു വരുന്നത് നമുക്ക് ചെയ്യാനും വേണ്ടിയിട്ടാണ് കൃത്യമായി കാണിക്കുന്നത്. നിങ്ങളിത് ഇതേപോലെ തന്നെ ചെയ്താൽ വലിയ ഫലം കിട്ടാൻ അത് കാരണമാകും. ഇനിയൊരു ദിവസം നമുക്കിത് ചെയ്യാനില്ല. മുഹറം 10 പകലിൽ സൂറത്തുൽ ഇഖ്ലാസ് 1000 തവണ, അല്ലെങ്കിൽ പറ്റുന്ന തവണ ഹസ്ബുനല്ലാഹു വ നിഅമൽ വക്കീൽ, നിഅമൽ മൗലാ വ നിഅമൻ നസീർ, അസ്തഗ്ഫിറുല്ലാഹൽ അലീം ദൽ ജലാലി വൽ ഇക്റാം മിൻ ജമീഇ ദുനൂബി വൽ ആസാം 70 തവണ. അപ്പം ഇങ്ങനെ അസ്തഗ്ഫിറുല്ലാഹൽ അലീം ദൽ ജലാലി വൽ ഇക്റാം മിൻ ജമീഇ ദുനൂബി വൽ ആസാം, അസ്തഗ്ഫിറുല്ലാഹൽ അലീം ദൽ ജലാലി വൽ ഇക്റാം മിൻ ജമീഇ ദുനൂബി വൽ ആസാം. അത് കഴിഞ്ഞിട്ട് ലാ ഇലാഹ ഇല്ലാ അൻതൽ അലിയുൽ അഅല لا إله إلا أنت رب السماوات والأرض وما بينهما وما تحت الثرى اللهم ارزقني كمال الحسنى وسعادة العقبى وخير الآخرة الأولى وخير الآخرة والأولى 1000 തവണ. لا إله إلا أنت العلي الأعلى لا إله إلا أنت رب السماوات والأرض وما بينهما وما تحت الثرى اللهم ارزقني كمال الحسنى وسعادة العقبى وخير الآخرة والأولى. അത് കഴിഞ്ഞ് സുബ്ഹാനല്ലാഹി മിൽഅൽ മീസാനി വമുൻതഹൽ ഇൽമ് വമബ്ലഗൽ റിളാ വസിനത്തൽ അർശ് വൽഹംദുലില്ലാഹി മിൽഅൽ മീസാനി വമുൻതഹൽ ഇൽമി വമബ്ലഗൽ റിളാ വസിനത്തൽ അർശ് വല്ലാഹു അക്ബർ മിൽഅൽ മീസാനി വമുൻതഹൽ ഇൽമി വമബ്ലഗൽ റിളാ വസിനത്തൽ അർശ് لا ملجأ ولا منجأ من الله إلا إليه سبحان الله عدد الشفع والوتر وعدد كلمات الله التامات كلها والحمد لله عدد الشفع والوتر وعدد كلمات الله التامات كلها والله أكبر عدد الشفع والوتر وعدد كلمات الله التامات كلها أسألك السلامة برحمتك يا أرحم الراحمين لا حول ولا قوة إلا بالله العلي العظيم وهو حسبي ونعم الوكيل نعم المولى ونعم النصير 300 തവണ, അല്ലെങ്കിൽ കഴിയുന്ന അത്രയും തവണ. اللهم يا مفرج كل كرب ويا مفرج ذي النون يوم عاشوراء ويا جامع شمل يعقوب يوم عاشوراء ويا غافر ذنب داود يوم عاشوراء ويا كاشف الضر لأيوب يوم عاشوراء ويا سامع دعوة موسى وهارون يوم عاشوراء ويا خالق روح سيدنا محمد صلى الله عليه وسلم حبيبك ومصطفاك يوم عاشوراء ويا رحمن الدنيا والآخرة لا إله إلا أنت اقضي حاجتي لا إله إلا أنت اقضي حاجتي في الدنيا والآخرة وأطل عمري في طاعتك ومحبتك ورضا يا أرحم الراحمين وأحينا حياة طيبة وتوفني على الإسلام والإيمان يا أرحم الراحمين وصلى الله تعالى على سيدنا محمد وعلى آله وصحبه وسلم 7 തവണ കേട്ടോ. ആ ഒരു ദുആയിന് വലിയ പവിത്രത ഉണ്ട്. അതിൽ പറഞ്ഞ അർത്ഥങ്ങളും ആശയങ്ങളൊക്കെ ചിന്തിച്ചാൽ അമ്പിയാക്കൾക്ക് കിട്ടിയ അനുഗ്രഹങ്ങളെ കുറിച്ചൊക്കെ പറഞ്ഞ് നമ്മൾ അതേപോലെ നമുക്കും കിട്ടാൻ വേണ്ടി അള്ളാഹിനോട് ദുആ ചെയ്യണം. ഇന്ന് ചെയ്യേണ്ട ദുആണ് اللهم يا محسن قد جاءك المسيء وقد أمرت يا محسن بالتجاوز عن المسيء وأنت المحسن وأنا المسيء فتجاوز عن قبيح ما عندي بجميل ما عندك فأنت بالبر معروف وبالإحسان موصوف أنلني معروفك وأغنني به عن معروف من سواك يا أرحم الراحمين وصلى الله على سيدنا محمد وعلى آله وصحبه كثيرا إلى يوم الدين. ഇനി ഇസ്തിഗ്ഫാറും ചൊല്ലുക, സ്വലാത്തൊക്കെ ചൊല്ലുക, ധാരാളമായിട്ട് ചൊല്ലുക. അതിനുശേഷം തസ്ബീഹ് നിസ്കാരം നിസ്കരിക്കാൻ പറ്റുന്നവരിൽ നിസ്കരിക്കുക. ളുഹാ നിസ്കാരത്തിന് ശേഷം യാ തവ്വാബ്
എന്നുള്ളത് 360 തവണ ചൊല്ലുക. ഇതൊക്കെ മുഹറം 10ന്റെ പ്രത്യേകത അല്ലെങ്കിലും ചൊല്ലുന്നത് വളരെ നല്ലതാണ്. മുഹറം 10നൊക്കെ പ്രത്യേകിച്ച് ചൊല്ലുകയാണെങ്കിൽ ഇജാബത്ത് കിട്ടുന്ന നല്ല പവിത്രമേറിയ ഒരു സമയം കൂടെയാണ്. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. നിങ്ങളൊക്കെ ഇതൊക്കെ ചൊല്ലുമെന്നുള്ള പ്രതീക്ഷയിലാണ്. ഒരുപാട് ആളുകൾ കഴിഞ്ഞ ദിവസം നമ്മൾ ഇതിന്റെ PDF ഇങ്ങനെ കാണിച്ചപ്പോൾ അത് കിട്ടുന്നില്ല എന്നൊക്കെ പറഞ്ഞു. ആ പറഞ്ഞതുപോലെ നിങ്ങൾ ക്ലിക്ക് ചെയ്താൽ കിട്ടും. ഒരുപാട് ആളുകൾക്ക് കിട്ടിയിട്ടുണ്ട്. നമുക്ക് എല്ലാവർക്കും അയച്ചതിൽ ബുദ്ധിമുട്ടാണല്ലോ. ഇന്നലെ തന്നെ ചുരുങ്ങിയതൊരു 500-500ന്റെ അപ്പുറത്തെ ആളുകൾ ടെലഗ്രാമിൽ വന്നിട്ടത് കണ്ടുപോയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അത് പറ്റും, സാധിക്കും. അപ്പോൾ ഇൻഷാ അല്ലാ ഈ എല്ലാ PDF നമ്മൾ അവിടെ ചെയ്യാറുണ്ട്, അപ്ലോഡ് ചെയ്യാറുണ്ട്. നിങ്ങൾക്ക് അവിടെ പോയി ക്ലിക്ക് ചെയ്താൽ അത് കിട്ടും. ഇനി വേണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ സ്ക്രീനിൽ കാണിച്ച് നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് ചൊല്ലാവുന്നതാണ്. ചൊല്ലാൻ പറ്റാത്ത പദങ്ങളൊക്കെ നമ്മൾ ചൊല്ലി തന്നിട്ടുണ്ട്. ഇൻഷാ അല്ലാ നിങ്ങളൊക്കെ ദുആ ചെയ്യുമ്പോൾ നമ്മളൊക്കെ ദുആകളിൽ ഉൾപ്പെടുത്തുക. പ്രത്യേകിച്ച് നമ്മുടെ ദർസിലേക്ക് എല്ലാ മാസവും 5-ാം തീയതിക്കും 10-ാം തീയതിക്കൊക്കെ ഉള്ളിൽ ഒരു സ്വതക്ക നൽകുന്ന ദർസിന്റെ ഫാമിലി മെമ്പറായ ഒരുപാട് ആളുകളുണ്ട്. അവർക്കൊക്കെ വേണ്ടി പ്രത്യേകം ദുആ ചെയ്യുക. ഞാനത് നിങ്ങളോട് ചോദിക്കുകയാണ് ദുആ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇൻഷാ അല്ലാ എല്ലാവരും കൂടെ അവർക്ക് വേണ്ടി ദുആ ചെയ്യണം. ഇന്നലെയൊക്കെ ഒരുപാട് പ്രയാസങ്ങളിലും ബുദ്ധിമുട്ടുകളിലൊക്കെ ഉള്ളവർ സ്വതക്ക അയച്ചിട്ടുണ്ട്. ഒക്കെ മുതഅല്ലിമീങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. അല്ലാഹു അവരുടെയൊക്കെ മുറാദുകളിനെ ഹാസിലാക്കണം. അല്ലാഹ് രോഗങ്ങൾക്ക് ശിഫ നൽകണം. റഹ്മാനെ, നിങ്ങളൊക്കെ നിങ്ങളുടെ ദുആ വസിയത്തുകൾ താഴെ എഴുതി അറിയിക്കുക. നമ്മൾ കൂട്ടമായിട്ടുള്ള മജ്ലിസുകളിലൊക്കെ വെച്ച് പ്രത്യേകം ദുആ ചെയ്യും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.